ഹലോ രതീഷ് പരപ്പനങ്ങാടി കേട്ടോ. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സതീഷ് ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡാണ് നമ്മളിന്ന് കഴിച്ചത്. ഹോട്ടലിനെ വെല്ലുന്ന ഫുഡ്. അതായത് ഒരു ഫുൾ കോഴീൻ്റെ 2 ലെഗ് പീസ് എടുത്തിട്ട് നല്ല ഫ്രൈ ചെയ്ത് ആശ ഉണ്ടാക്കി തന്നിട്ടോ. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. ഹോട്ടലുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്തായാലും എടുത്തു കൊണ്ടുപോകും. അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. അതും ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ടാണ് സെറ്റ് ചെയ്ത ആൾ. അതിലേക്ക് വേണ്ട എന്തൊക്കെയാന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ. കറിവേപ്പിലയും മസാലകളൊക്കെ, പിന്നെ നല്ല നാടൻ ചോറാട്ടോ അദ്ദേഹം സെറ്റ് ചെയ്ത്. അത് വെറൈറ്റി. നമ്മൾ താഴത്തിരുന്നിട്ട് ഞങ്ങൾ 8 പേര് ഇലയിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയല്ലേ. നല്ല നാടൻ ചോറും, പിന്നെ എടുത്ത് പറയാനൊരു സംഗതിയും കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വിളമ്പുമ്പോൾ കാണാം. ഒരു സർപ്രൈസാണ് അത്. നമ്മൾ വരുന്നതിന് മുന്നേ പുള്ളിക്കാരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു. നല്ല മട്ടൻ്റെ ലിവർ. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ നമുക്ക് പോകാൻ തോന്നുമോ? അതും നല്ല പെപ്പറൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു സ്പെഷ്യൽ ഫുഡ് തന്നെ. ഉച്ചയ്ക്ക് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞത്. ആ വരവന്നെ വന്നത് ഓർമ്മയുള്ളൂ. പിന്നെ തികച്ചിട്ട് നമുക്ക് തികഞ്ഞില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല മട്ടൻ്റെ ലിവറും ചിക്കൻ ഫ്രൈയും നാടൻ ചോറ്. ഏതൊരു ഹോട്ടലിനെയും വെല്ലുന്ന ടേസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യം. അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ ചിക്കനൊന്നും നമുക്ക് തികഞ്ഞിട്ടില്ല. അടിയായിരുന്നു ചിക്കന്, അടിച്ചും വലിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ആയിട്ട്. അതിൻ്റെ മസാലക്കൂട്ട് അദ്ദേഹം പറഞ്ഞു തന്നതേ ഇല്ല. സതീഷ് സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. നല്ല നാടൻ ചോറും മട്ടൻ ലിവറും ചിക്കൻ ഫ്രൈയും അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിച്ച്. പിന്നെ അദ്ദേഹം ഫുള്ള് സർവാട്ടോ. ലാസ്റ്റാണ് കഴിച്ചത്. നമ്മൾ വിനോദേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിച്ച് നോക്കണ്ടേ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. അത് എല്ലാ കൂട്ടുകാരും കൂടി കൂടിയിട്ട് ഒരു 7-8 ഇലയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മളത് പീസാക്കി കറക്റ്റ് ഓരി വെച്ചിട്ടാണ് കഴിച്ചത്. നല്ല ഭക്ഷണമായിരുന്നു എന്തായാലും ഇന്നത്തെ ഉച്ചഭക്ഷണം. നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു ഉച്ചഭക്ഷണം ഒന്ന് എടുത്ത് പറയണം കേട്ടോ. വിനോദേട്ടൻ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. ലാസ്റ്റത്തെ ഒരു പീസ് മാത്രമേ സതീശേട്ടനെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളെടുത്ത് ഫുള്ള് ഞങ്ങൾ തന്നെ കഴിച്ചു ഏകദേശം. നിങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് എന്തായിരുന്നു ഭക്ഷണം? അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. നമ്മളെ കുക്കിന് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടേയും അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരും. നല്ല ടേസ്റ്റാണ്, നല്ല കൈപ്പുണ്യം കൂടിയാണ് കേട്ടോ ആൾക്ക്.